രാജ്യത്തെ നടുക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തത് ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന TRF ആണ്. ലഷ്കർ ഇ തോയ്ബയുടെ നിഴൽ രൂപമാണ് TRF. 2023-ൽ ദി റെസിസ്റ്റൻസ് ഫ്രണ്ടിനെ കേന്ദ്ര സർക്കാർ നിരോധിച്ചിരുന്നു. രാജ്യം ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തിയ സജാദ് ഖുലാണ് ഈ ഭീകര സംഘടനയുടെ തലവൻ. രാജ്യത്തെ നടുക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് റെസിസ്റ്റന്റ് ഫ്രണ്ട് രംഗത്തെത്തിയതിനു പിന്നാലെ കൂടുതൽ വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. റെസിസ്റ്റന്റ് ഫ്രണ്ടിനെ 2023-ലാണ് കേന്ദ്ര സർക്കാർ നിരോധിച്ചത്. രാജ്യം ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഭീകര സംഘടനയാണ്. 2020 കുൽഗ്രാമിൽ 3 BJP പ്രവർത്തകരെ വെടിവെച്ച് കൊലപ്പെടുത്തിയതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തത് ഇവരായിരുന്നു. പിന്നീട് തുടർച്ചയായ ആക്രമണങ്ങൾ 2021-ൽ ശ്രീനഗറിൽ ഒരു സർപഞ്ചിനെ വെടിവെച്ചു കൊന്നു. 2023-ൽ പുൽവാമയിൽ കശ്മീർ പണ്ഡിറ്റ് വിഭാഗത്തിൽപ്പെട്ട സഞ്ജയ് ശർമ്മയെ കൊലപ്പെടുത്തിയതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. 2024-ൽ ഒക്ടോബർ മാസത്തിൽ ഗന്ദർബാൽ ജില്ലയിലെ ഒരു നിർമ്മാണ സൈറ്റിൽ നടത്തിയ വെടിവെപ്പിൽ ഒരു കശ്മീരി ഡോക്ടർ, ഒരു കരാറുകാരൻ, ഏതാനും തൊഴിലാളികൾ ഉൾപ്പെടെ 7 പേരെ കൊലപ്പെടുത്തി. 2024 ജൂൺ മാസത്തിൽ റിയാസി ജില്ലയിലെ ശിവ്ഘോരി ക്ഷേത്രത്തിൽ നിന്ന് മാതാ വൈഷ്ണോ ദേവി ക്ഷേത്രത്തിന്റെ ബേസ് ക്യാമ്പായ ഖത്രയിലേക്ക് പോവുകയായിരുന്ന തീർത്ഥാടകരുടെ ബസ്സിന് നേരെ ആക്രമണം നടത്തിയതായി ഇവർ പറഞ്ഞിരുന്നു. ഭീകരർ ബസ്സിന് നേരെ വെടിയുതിർത്തതിനെ തുടർന്ന് ബസ് കൊക്കയിലേക്ക് മറിഞ്ഞു. 9 പേര് മരിച്ചു, 33 പേർക്ക് പരിക്കേറ്റു. അതേസമയം പഹൽഗാമിൽ 28 പേരെ വെടിവെച്ചു കൊന്ന തീവ്രവാദികൾ ലക്ഷ്യമിട്ടത് അന്യസംസ്ഥാനങ്ങളിൽ നിന്നും വന്നവരെയെന്ന് പറയുന്നുണ്ട്. തമിഴ്നാട്, കർണാടക, ഗുജറാത്ത്, ഒഡീഷ, കേരളം എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് കൊല്ലപ്പെട്ടത്. മോദി സർക്കാർ നടപ്പിലാക്കിയ പുതിയ നിയമപ്രകാരം മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവർക്കും ജമ്മുകാശ്മീരിൽ സ്ഥലം വാങ്ങി സ്ഥിര താമസക്കാരാകാം. ഇവരെയാണ് പാകിസ്ഥാൻ തീവ്രവാദികൾ ലക്ഷ്യമിടുന്നതെന്ന് പറയപ്പെടുന്നുണ്ട്. ജമ്മുകാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന 370-ാം വകുപ്പ് മോദി സർക്കാർ എടുത്തു കളഞ്ഞതോടെയാണ് അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്ക് ഇവിടെ ഭൂമി വാങ്ങി സ്ഥിര താമസക്കാരാകാൻ അവകാശം കിട്ടിയത്. ഇത് പ്രകാരം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 85,000-ഓളം പേര് ഇവിടെ സ്ഥിരതാമസ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. ഇത്തരക്കാരെ ഭയപ്പെടുത്തുകയാണ് ആക്രമണത്തിന്റെ ലക്ഷ്യമെന്ന് കരുതുന്നു. ഇതുവഴി ഭാവിയിൽ അന്യസംസ്ഥാനക്കാർ ജമ്മുകാശ്മീരിൽ സ്ഥലം വാങ്ങി സ്ഥിരതാമസത്തിനെത്തുന്നത് തടയലും ഈ തീവ്രവാദി ആക്രമണത്തിന് പിന്നിലുണ്ട്. മോദി സർക്കാർ നടപ്പിലാക്കിയ കശ്മീരിന്റെ പ്രത്യേക പദവി നൽകുന്ന 370-ാം വകുപ്പ് എടുത്തുകളഞ്ഞ നടപടിയെ ചോദ്യം ചെയ്യുകയാണ് തീവ്രവാദികൾ. ഇതുവഴി ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളോട് ആ വകുപ്പ് പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെടാൻ പ്രേരിപ്പിക്കുകയാണ് ലക്ഷ്യം. ഇത് വലിയ അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് കരുതുന്നു. പാകിസ്ഥാൻ കേന്ദ്രമായ ലഷ്കർ ഇ തോയ്ബയുടെ ഉപസംഘടനയായ ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന സംഘടനയാണ് ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നത്. എന്തായാലും 28 മരണമാണ് ഇതോടകം സ്ഥിരീകരിച്ചിരിക്കുന്നത്. നിരവധി പേർ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതിൽ 5 പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്.